ശ്രീ കൊട്ടിയൂർ പെരുമാളിന്റെ വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇളനീർവെപ്പ്. തീയ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാരാണ് പെരുമാളിന്റെ തിരുവഞ്ചിറയിൽ വ്രതശുദ്ധിയോടെ ഇളനീർക്കാവുകൾ സമർപ്പിക്കുന്നത്. ഇങ്ങനെ സമർപ്പിക്കുന്ന ഇളനീർക്കാവുകൾ കൊണ്ടാണ് പെരുമാളിന് ഇളനീരാട്ടം നടത്തുന്നത്. ഇക്കുറി കയറളം കോറോത്തുങ്കണ്ടി മടപ്പുര ഇളനീർപ്പടിയിൽ നിന്നും തായപ്പാത്ത് അജിയൻ കാരണവരുടെ നേതൃത്വത്തിൽ 8 പേരാണ് വ്രതമെടുത്ത് ഇളനീർക്കാവുകളുമായി കൊട്ടിയൂരപ്പന്റെ യാഗഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. ഇടവമാസത്തിലെ മകം നാളിലാണ് വ്രതം ആരംഭിക്കുന്നത്. ഇതിന് കുളുത്തുകുടി മാറ്റുക എന്ന പേരാണ് പൊതുവെ പറയപ്പെടുന്നത്. മകന്നാൾ മുതൽ 7 ദിവസം കിളിയളം തായപ്പാത്ത് മടപ്പുര തറവാട്ടിലാണ് വ്രതമെടുത്തവർ കഴിയുന്നത്. നെയ്യാട്ടത്തിന് തലേ ദിവസം വ്രതം നോറ്റവർ കയറളം കോറോത്തുങ്കണ്ടി മടപ്പുര ഇളനീർപ്പടിയിലെത്തും. പിറ്റേ ദിവസം ആലിൻകടവിൽ പോയി കുളിച്ച് നാമജപം നടത്തുന്നതിന് കുളിച്ച് ചെനക്കുക എന്നാണ് പറയപ്പെടുക. പിന്നീട് വ്രതം നോറ്റവർ ഇളനീർ കാവുകൾ ഒരുക്കുകയും ഇളനീർ വെപ്പിന് 3 ദിവസം മുൻപ് കോറോത്തുങ്കണ്ടി മടപ്പുര മുത്തപ്പ സന്നിധിയിൽ വെച്ച് മുത്തപ്പനെ തൊഴുതു പ്രാർത്ഥിച്ച് കാരണവരുടെ അനുഗ്രഹാശിസുകളും തേടിയ ശേഷം ഇളനീർ കാവുകളുമായി കാൽനടയായി യാത്ര തിരിക്കും. അനന്യസുന്ദരമായ വയലേലകളിലൂടെയും ഇടവഴികളിലൂടെയും നടന്ന് ചെക്യാട്ട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര സന്നിധിയിലെത്തി ശ്രീ ധർമ്മശാസ്താവിനെയും ശ്രീ മഹാവിഷ്ണുവിനെയും വണങ്ങി ഇളനീർക്കാവുകളെ കലശവെള്ളം തെളിയിച്ച ശേഷം ചെനക്കിക്കൊണ്ട് യാത്ര തുടരുന്നു. ഇനി ഇളനീർ വെപ്പിനു ശേഷം കൊട്ടിയൂർ പെരുമാളിനെയും വണങ്ങി ഭണ്ഡാരവും വലിച്ച ശേഷമാണ് ഇളനീർ വ്രതം നോറ്റവർ തിരിച്ചെത്തുക. തിരിച്ചെത്തിയാൽ മടപ്പുരയിൽ പയങ്കുറ്റി സമർപ്പണത്തോടെയാണ് വ്രതം അവസാനിക്കുന്നത്.